സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം, ശ്രദ്ധിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ തമ്മിൽ ഐക്യമത്യം ഉള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്തു ചെയ്യാനാണ്? അനുഗ്രഹിപ്പീൻ. എന്താണ്? നിങ്ങളെ ദുഃഖിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എന്തു ചെയ്യണം? അവരെ തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്നാണ് അവരോട് പറയേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കുവാൻ പാടില്ല. അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക, ശപിക്കുവാൻ പാടില്ല. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ന്യായം പ്രവർത്തിക്കും. നീ നിന്നോട് അനീതി കാണിക്കുന്നവരോട് അനീതി കാണിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ പക്ഷത്തുനിന്ന് ഒരു തരത്തിലുള്ള മറുപടിയും വരില്ല. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, അല്ലാതെ അവരെ ശപിക്കരുത്. അതുപോലെ സന്തോഷിക്കുന്നവരോടുകൂടെ നിങ്ങളും സന്തോഷിക്കുക. സത്യം പറയൂ, ആരെങ്കിലും നല്ലൊരു സാരി ഉടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ട് സന്തോഷിക്കുവാൻ കഴിയുമോ? എങ്ങനെയുണ്ട് സിസ്റ്ററേ എന്ന് നിങ്ങളടുത്ത് വന്ന് അവൾ ചോദിക്കാനിടയാകും. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരഞ്ഞുകൊണ്ടായിരിക്കും നീ അവളോട് പറയുന്നത്. കൊള്ളാം. മനസ്സിൽ വളരെ വിഷമത്തോടെ പുറമേ പറയും കൊള്ളാമെന്നൊക്കെ. എന്നാൽ ഉള്ളിൽ ചിന്തിക്കും, ഞാൻ ഉടുക്കുന്ന അത്രയും കൊള്ളത്തില്ല എന്ന് വിചാരിക്കും. മനുഷ്യരായിരിക്കും നമുക്ക് വളരെ അസൂയാണ് പലരെയും കാണുമ്പോൾ. ദൈവവചനം പറയുന്നു, ദൈവത്തിൻ്റെ മകനാണ് എങ്കിൽ നിന്നേക്കാൾ ഒരാൾ നന്നായി ജീവിക്കുമ്പോൾ, നല്ലൊരു വീട് വെച്ചാൽ, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നിന്നേക്കാൾ നല്ലൊരു വാഹനം വാങ്ങിച്ചാൽ, നല്ല ഒരു സ്ഥിതി അവർക്ക് ഉണ്ടായാൽ, ഇക്കാലത്ത് അനേകം ആളുകൾക്ക് തങ്ങളുടെ ഭവനത്തിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് കോപം വരുന്നതെന്ന് അറിയാമോ? ഭർത്താവിനോട് ചോദിക്കും, കറി എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഭർത്താവ്, വലിയ കുഴപ്പമില്ല, എന്നാൽ അമ്മ ഉണ്ടാക്കുന്ന അത്രയും വരില്ല, അത് മതി. പിന്നെ അന്നു മുതൽ പിന്നെ കറിക്ക് ഉപ്പും കാണത്തില്ല, മുളകും കാണത്തില്ല, പിന്നെ എല്ലാം തോന്നിയതുപോലെ ആയിരിക്കും. എങ്കിൽ പിന്നെ ഇന്നു മുതൽ അമ്മ വെച്ച് വിളമ്പി തരുമല്ലോ, അത് കഴിച്ചങ്ങ് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കും. ജനിച്ച സമയം മുതൽ അമ്മയുടെ കൈകൊണ്ട് വെച്ച് വിളമ്പി കഴിച്ചതല്ലേ, അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ചില രുചികൾ നമുക്ക് ശീലമായി മാറാറുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അത് പതിവായി കഴിക്കുന്നുണ്ട്, അമ്മയുടെ കൈകൊണ്ട് കഴിക്കുന്നുണ്ട്, നിനക്ക് രുചിയായിട്ട് തോന്നുകയാണ്. ഭർത്താവിന് അത് ശീലമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ നീ അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൂടെ? അമ്മായിയമ്മയെ വിളിച്ചിട്ട്, നിങ്ങളുടെ മകന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കറി ഇഷ്ടപ്പെടുന്നില്ല, എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അതല്ലാതെ നിങ്ങളുടെ അമ്മ കഴിക്കുന്ന കഴിച്ചോ, ഞാൻ വെക്കുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുടുംബത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? അനാവശ്യമായി വഴക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യൂ. എന്തിനാണ് അമ്മയെ വഴക്ക് പറയുന്നത്? എന്തിനാണ് അച്ഛനെ വഴക്ക് പറയുന്നത്? അവിടെ സഹോദരനെയും സഹോദരിമാരെയും എന്തിനാണ് വഴക്ക് പറയുന്നത്? ഓരോ ചെറിയ കാര്യത്തിനും ഇങ്ങനെ കോപപ്പെടുകയാണെങ്കിൽ എന്തിനാണ് പരസ്പരം നിങ്ങൾ പഴിചാരി സംസാരിക്കുന്നത്? ഭർത്താവിനൊരു കാര്യം ഇഷ്ടമല്ല എങ്കിൽ നീയും അങ്ങനെ തന്നെ ശീലിക്കുക. നിന്റെ ഭാര്യയ്ക്ക് എന്താണോ സന്തോഷം, നീയും അത് തന്നെ സന്തോഷിക്കുക. അവൾക്കൊരു കറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ആ കറി സന്തോഷത്തോടെ വെച്ച് കഴിക്കുക. ഭർത്താവിന് ചിക്കൻ കറി ഇഷ്ടമാണെങ്കിൽ ഒരു ദിവസം അത് വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക. അതല്ലാതെ നീ ചിക്കൻ കഴിച്ചോ, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു പോയാൽ എങ്ങനെയാണ്? ആദ്യം വീട്ടിൽ സന്തോഷമുള്ളവരാണെങ്കിൽ വെളിയിലും നമുക്ക് സന്തോഷകരമായിരിക്കുവാൻ കഴിയും. വെളിയിലെ കാര്യം വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല, വീട്ടിലെ കാര്യം വെളിയിലും കൊണ്ടുപോകാൻ പാടില്ല. വീട്ടിലും വെളിയിലത്തെ വെളിയിലും തന്നെ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കൂ. വീട്ടിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ വെളിയിലും നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ സമാധാനത്തോടെ അയക്കുക. നീ സമാധാനത്തോടെ അയക്കുന്നില്ലെങ്കിൽ അയാൾ നേരെ എങ്ങോട്ട് പോകും? നേരെ അയാൾ ജോലി സ്ഥലത്തേക്ക് പോകത്തില്ല. എവിടേക്ക് പോകുമെന്നറിയാമോ? ചാരായ ഷാപ്പിലേക്ക്, ബ്രാൻഡ് ഷാപ്പിലേക്ക് പോകാനിടയാകും. എന്താണ്? അയാൾക്കൊരു സമാധാനവും സന്തോഷവും ഇല്ല എന്ന് അയാൾ പറയും. അനേകം ആളുകൾ മദ്യപിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിങ്ങൾക്കൊരു ഭാഗമില്ലെന്നാണോ പറയുന്നത്? ഞാനെന്താ കുടിക്കാൻ പറഞ്ഞുവോ എന്ന് നീ ചോദിക്കും. നീ പറയുകയില്ല, നീ കുടിക്കാൻ പറയുകയല്ലേ, എന്നാൽ കുടിക്കേണ്ട രീതിയിൽ നീ ആക്കും. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ നല്ല ചൂടോടെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി വെച്ച് ചായയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഭർത്താവ് ചായക്കടയിൽ പോകാൻ ഇടയാകുമോ?
റോഡിൽ കൂടി അയാൾ കറങ്ങി നടക്കുമോ? കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുമോ? ചാരായ ഷോപ്പിൽ അയാൾ പോകുമോ? കല്യാണം കഴിച്ച ഭാര്യയേക്കാൾ മക്കളെക്കാൾ സുഹൃത്തുക്കൾ കൂടുതൽ അടുപ്പമുള്ളവരായി അവന് തോന്നുന്നുണ്ടോ? നീ അത് മാറ്റിയെടുക്കണം. നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കണം. ഭർത്താവിന് എന്താണ് സന്തോഷം, നീ അത് ചെയ്തു കൊടുക്കണം. ഭാര്യയ്ക്ക് എന്താണ് സന്തോഷം, നീ അത് ചെയ്തു കൊടുക്കണം. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കണം. കരയുന്നവരോട് കൂടെ കരയുക. ഭാര്യയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞല്ലോ, വീട്ടിൽ പറഞ്ഞയക്കാൻ പാടില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, പ്രാർത്ഥിപ്പിക്കുവാൻ കൊണ്ടുപോകണം, പ്രാർത്ഥിക്കണം. ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് വീട്ടിൽ ആയിരിക്കണം, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയാണ് വേണ്ടത്. എന്റെ ഭർത്താവ് എന്നെ നോക്കുകയേ ഇല്ല, കഴിച്ചൊന്നു പോലും ചോദിക്കുകയില്ല. നിന്റെ ഭാര്യ നിന്റെ സ്വന്തം ശരീരം പോലെയാണ്. നീ ആഹാരം കഴിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും ആഹാരം കഴിക്കണം. നീ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിന്റെ ഭാര്യയും ഉറങ്ങാൻ പോകണം. എൻ്റെ കാല് ഞെക്കി തന്നിട്ട് പോയി അടുക്കള പണിയെല്ലാം ചെയ്താൽ മതി. എന്താണ്? ഇവൻ ഉറങ്ങുന്നത് വരെ ഇവൻ്റെ കാല് ഞെക്കിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുക്കള പണിയെല്ലാം ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി രാവിലത്തെയുള്ള ഭക്ഷണമെല്ലാം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണമെന്ന്. വീടെല്ലാം അടിച്ചുവാരി പാത്രങ്ങളെല്ലാം കഴുകി എന്നിട്ട് രാവിലെ ഇവൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേൽക്കണമെന്ന്. എഴുന്നേറ്റ് രാവിലെ കാപ്പിയൊക്കെ ആയിട്ട് നിൽക്കണം. ന്യായമാണോ അന്യായമാണോ? പറയൂ, ന്യായമാണോ അന്യായമാണോ? അന്യായങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്, സന്തോഷം ഇല്ലാത്തത്. നേരത്തെ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇണക്കുരുവികളെ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോഴെങ്ങനെയാണ്? കീരിയെയും പാമ്പിനെയും പോലാണ് ഈ കാലത്ത് ഭാര്യയും ഭർത്താവും. രണ്ടുപേരും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. മറ്റുള്ളവരോട് നിങ്ങൾ പറയുവാൻ പാടില്ല, ദൈവത്തോട് പറയുവാൻ പഠിക്കുക. പരസ്പരമുള്ള സുഖ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെ വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാൻ ബൈബിൾ വായിക്കാൻ പോവുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ചോറ് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ എന്ന് പറയുകയാണെങ്കിൽ നിന്റെ ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകുമെന്നാണോ? ഉണ്ടാവുകയില്ല. നിന്റെ ഭർത്താവിന് ആദ്യം ആഹാരം കൊടുത്തിട്ട് നീ പിന്നീട് പോയി ബൈബിൾ വായിക്കൂ. നിന്റെ വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ട് നീ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാതെ ഭർത്താവിനും മക്കൾക്കും ഒരു ആഹാരവും കൊടുക്കാതെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എന്റെ ദൈവം വലിയ ദൈവമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുന്നത്? ദൈവം ചോദിക്കും, ഭർത്താവിന് ചോറ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞോ? അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? ആദ്യം നാം സ്നേഹത്തോടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റേണ്ടതാണ്. നമ്മുടെ പണികൾ നാം ചെയ്യണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നാം നോക്കണം. രണ്ടുപേരും പരസ്പരം ഐക്യമത്യം ഉള്ളവർ ആയിരിക്കണം. 17-ാം വാക്യം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. ആരെങ്കിലും നിനക്ക് തിന്മ ചെയ്താൽ ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. അടിക്ക് അടി, വഞ്ചനയ്ക്ക് വഞ്ചന, ദ്രോഹത്തിന് ദ്രോഹം പരിഹാരമാണെന്നാണ് വിചാരിക്കുന്നത്. അതല്ല. നിങ്ങൾക്കാരെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുക. എന്താണ്? ഒരു ഭാര്യയും തന്റെ ഭർത്താവിന് തിന്മ ചെയ്യുവാൻ പാടില്ല. ഒരു ഭർത്താവും തന്റെ ഭാര്യയ്ക്ക് തിന്മ ചെയ്യുവാൻ പാടില്ല. ബൈബിളിലെ ഭക്തി എന്ന് പറയുന്നത് അതാണ്. ബൈബിളിലെ ഭക്തി എന്ന് പറയുന്നത് വിദേശത്തുള്ള ഏതോ വിശ്വാസമാണെന്നാണ് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ചതായ പ്രസംഗങ്ങൾ എല്ലാം തന്നെ അവന്റെ ജീവിത രീതിയാണ്. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ സമാധാനത്തോടെ ആയിരിക്കണം, എങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കണം, സമൂഹത്തിൽ എങ്ങനെ നാം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ടതുണ്ട്, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യതയുള്ളവരായിരിക്കണം, പരസ്പരം സമാധാനമുള്ളവരായിരിക്കണം, സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കണം എന്നത് കർത്താവ് പറഞ്ഞ പ്രസംഗത്തിന്റെ എല്ലാം സാരാംശമാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ. നിങ്ങളോട് ആരെങ്കിലും അന്യായം ചെയ്താൽ, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയാൽ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ, നിങ്ങൾക്ക് സംശയമുണ്ടാവുകയാണെങ്കിൽ മുഴങ്കാലിലിരിക്കൂ. എന്താണ്? മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തോട് നിലവിളിക്കുക. നിന്റെ ഭർത്താവിനോട് നീ എത്രമാത്രം അപേക്ഷിച്ചിട്ടും അവൻ ചെയ്തു തരാത്തത് നിന്റെ കർത്താവിനോട് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സ് മാറ്റിക്കൊണ്ട് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും. നിന്നെ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനൊരു മാറ്റമുണ്ടാകാൻ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വിവാഹമോചനം നടത്താമെന്ന് പറഞ്ഞ് നിന്നിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ കൂടി തിരികെ വന്നിട്ട് മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നതായ സാക്ഷ്യങ്ങൾ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. നീ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഈ രോഗം നിനക്ക് വിട്ടുമാറുകയില്ല, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതായ സമയത്ത് നീ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിലവിളിച്ചാൽ, കർത്താവേ നീ എനിക്കൊരു സന്താനത്തെ നൽകണം എന്ന് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സന്താനത്തിന് കൊടുത്തോ ഇല്ലയോ? ദൈവം അവൾക്ക് കൊടുത്തില്ലേ? പറയൂ. ഡോക്ടർമാർക്ക് അസാധ്യമായിരിക്കാമെന്നാൽ, വക്കീലന്മാർക്ക് അസാധ്യമായിരിക്കാമെന്നാൽ, മനുഷ്യർക്ക് അസാധ്യമായിരിക്കാമെന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെ
ഇല്ല. ഞാൻ ഈ ദിവസം ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കൂ. പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ മുഴങ്കാലിലിരിക്കൂ. എന്താണ്? ജോലി ഇല്ലായിരിക്കുന്നുവെങ്കിൽ, സമാധാനമില്ല എങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുക. വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കഷ്ടതയുണ്ടെങ്കിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കൂ. വായി തുറന്ന ദൈവത്തോട് നിലവിളിക്കൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവം, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുന്ന ദൈവം, നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റുവാൻ ഇടയാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ നിന്റെ മക്കളെ നീ ഒന്ന് ദർശിക്കണമേ. ഇന്നു മുതൽ ഞങ്ങൾ നിന്നോട് തന്നെ പ്രാർത്ഥിക്കും, നിന്നോട് തന്നെ ഞങ്ങൾ നിലവിളിക്കും. നീ ഞങ്ങളുടെ ദൈവമാണ്. നീ ഉണ്ടെങ്കിൽ മതി കർത്താവേ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എവിടേക്ക് പോകുവാൻ കഴിയും? നിന്റെ അടുക്കിലേക്ക് വരുവാനേ കഴിയൂ. നിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം ദൈവമേ. ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച്, ഞങ്ങൾക്ക് വേണ്ടി നീ വാദിച്ച് ഞങ്ങൾക്ക് ജയം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് ന്യായം നേടിത്തരണമേ ദൈവമേ. എന്നാരൊക്കെയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവരെല്ലാവരെയും നീ സഹായിക്കുമാറാകണം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടു പോകുവാൻ ഇടയാക്കണമേ. എല്ലാവിധ രോഗങ്ങളും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുമാറാകട്ടെ. അടഞ്ഞുപോയ ഗർഭത്തെ നീ തുറക്കുമാറാകണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് നീ ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് നല്ല ജോലി കൊടുക്കുമാറാകണമേ. വിവാഹ ബന്ധം നടക്കാത്തവർക്ക്, നല്ല ബന്ധങ്ങൾ വന്നിട്ടും വിവാഹത്തിന് തടസ്സമുണ്ടാകുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നിട്ട് നിന്റെ ഹിതത്തിൽ, നിന്റെ സമയത്തിൽ വിവാഹം നടക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. കൃഷിയിൽ നല്ല ഫലം ലഭിക്കാതെ തകർച്ച അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം നിറവേറ്റണമേ. നിന്റെ ആശ്വാസത്തിന്റെ കരമയച്ച എല്ലാ വ്യക്തികളെ നീ അനുഗ്രഹിക്കണമെന്ന്, നിന്റെ സന്നിധിയിൽ ആശ്വസിപ്പിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.